ഇത് ജയധർമ്മൻ, തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിലെ മെക്കാനിക്സ് വിഭാഗം ജീവനക്കാരൻ. ശമ്പളം വീണ്ടും മുടങ്ങിയതോടെ വായ്പ അടയ്ക്കാൻ കഴിയുന്നില്ല. വൃക്കരോഗിയായ മകന്റെ ചികിത്സയും വഴിമുട്ടി. ഇതൊരാളുടെ മാത്രം അവസ്ഥയല്ല. 5-ാം തീയതി ലഭിക്കേണ്ട ശമ്പളം ഇനിയും കിട്ടാക്കനിയായതോടെ വീണ്ടും തൊഴിലാളികളുടെ ജീവിതം ദുരിത വഴിയിലായി. 2 ഗഡുവായിട്ട് തരുമ്പോൾ തന്നെ ആദ്യത്തെ ഗഡു ബാങ്കുകാർ ലോണുണ്ട്, ആ ബാങ്കുകാരൻ ആ ലോൺ പിടിച്ചുകൊണ്ട് പോകുന്നു. അടുത്ത 2ാമത്തെ ഗഡു കിട്ടുമ്പോൾ അത് വീട്ടുചെലവിനോ മറ്റുള്ള ചെലവിനോ സാധിക്കാത്ത അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശമ്പളം കിട്ടാൻ ഇനിയും താമസിച്ചാൽ സമരത്തിലേക്ക് കടക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം. മന്ത്രിയെടുത്ത് കണ്ട ആ ഒരു ആശങ്ക അറിയിക്കാൻ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ മന്ത്രിയും സ്ഥലത്തില്ല, വിദേശ പര്യടനത്തിനാണ്. മന്ത്രി KSRTCയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലേ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. 5-ാം തീയതി ശമ്പളത്തിന്റെ ആദ്യ ഗഡുവും 15-ന് മുൻപ് അവസാന ഗഡുവും നൽകുമെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ഉറപ്പ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന് മുമ്പ് ആദ്യം പരിഷ്കരണം ഉറപ്പാക്കേണ്ടത് ഈ തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനായിരുന്നു. എന്തായാലും അതിന് കഴിഞ്ഞിട്ടില്ല. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയിട്ടെങ്കിലും ഈ തൊഴിലാളികളുടെ ജീവിതത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ, തൊഴിലിന് സംരക്ഷണം ഉറപ്പാക്കാൻ മന്ത്രി ഇടപെടണം. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.